ദുബായിലോ ഖത്തറിലോ സൗദിയിലോ മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരു NRI ആണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ശമ്പളം ഏത് കറൻസിയിലാണ് വരുന്നത്? മിക്കവർക്കും ദിർഹം, ഡോളർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ കറൻസിയിലായിരിക്കും അല്ലേ? പക്ഷേ നിക്ഷേപം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? ആദ്യം നമ്മളത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദിർഹത്തിലേക്കോ ഡോളറിലേക്കോ തന്നെ തിരികെ മാറ്റണം അല്ലേ? പലരും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. നമ്മുടെ നിക്ഷേപത്തിന്റെ റിട്ടേൺ മാത്രമല്ല, കറൻസിയുടെ മാറ്റവും നമ്മുടെ യഥാർത്ഥ സമ്പത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടുള്ള പല NRIകളും അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗമെങ്കിലും അത് ഡോളറിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഒരു ചോദ്യം, നമ്മുടെ വരുമാനം അതിപ്പോൾ ദിർഹത്തിലോ ഡോളറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ വരുമാനത്തിന്റെ ഒരു ഭാഗമെങ്കിലും അതേ കറൻസിയിൽ തന്നെ തുടരേണ്ടതല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടൊരു അവസരം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ICICI പ്രൊഡൻഷ്യൽ ലൈഫിന്റെ ഗ്ലോബൽ ഡൈവേഴ്സിഫൈഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുകയാണ്. ഇത് ICICI പ്രൊഡൻഷ്യൽ ലൈഫിന്റെ ഗ്ലോബൽ വെൽത്ത് ആക്സിലറേറ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗിഫ്റ്റ് സിറ്റിയിൽ US ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ് ലിങ്ക്ഡ് പ്ലാൻ ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അതിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഗിഫ്റ്റ് സിറ്റി അഥവാ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ആണ്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെ ഒരു അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ ഹബ്ബ്. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിക്ഷേപാവസരങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയാണിത്. ഇവിടെ പ്രവാസികൾക്ക് നേരിട്ട് US ഡോളറിൽ നിക്ഷേപിക്കാം. ആ ഒരു നിക്ഷേപവും പിന്നീട് ലഭിക്കുന്ന ലാഭവും ഒക്കെ തന്നെ അത് US ഡോളറിൽ തന്നെയായിരിക്കും. അപ്പം അതിനാൽ ഓരോ തവണയും ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുകയും പിന്നെ തിരികെ അത് US ഡോളറിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ആ ഒരു അധിക നടപടികൾ നമുക്കിവിടെ ഒഴിവാക്കാൻ സാധിക്കും. കൂടാതെ നിക്ഷേപവും റിട്ടേണും അത് ഫുള്ളി റിപ്പാട്രിയബിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫണ്ട് തിരികെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ഇക്വിറ്റി മാർക്കറ്റ്സിൽ നിക്ഷേപിക്കുന്ന ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട്സ് വഴി ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുകയാണ് ഈ ഒരു ഫണ്ടിന്റെ ലക്ഷ്യം. ഇതിന്റെ NAV $10. ഇന്ന് ലോകത്തിന്റെ വളർച്ച ഒരു രാജ്യത്ത് മാത്രമല്ലല്ലോ നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അമേരിക്ക മുന്നിലായിരിക്കാം, പക്ഷേ മാനുഫാക്ചറിങ്, ഹെൽത്ത് കെയർ, കൺസപ്ഷൻ, ടെക്നോളജി എന്നിങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങളിൽ ഓരോരോ രാജ്യങ്ങളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് മാത്രം നിക്ഷേപിക്കുന്നതിന് പകരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വളർച്ചയിൽ നമുക്ക് പങ്കാളിയാവാൻ കഴിയുന്നത് വലിയൊരു നേട്ടമല്ലേ? ഈ ഒരു ഫണ്ട് പിന്തുടരുന്ന ഇൻഡെക്സ് വഴി ലോകത്തെ ഏകദേശം ഒരു 2200ഓളം കമ്പനികളിലേക്കും അല്ല ഏകദേശം ഒരു 85% ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് എക്സ്പോഷർ ലഭിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രത്യേകത, ഇതൊരു ഓൾ വെതർ ഫണ്ട് എന്ന ആശയത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തൊരവസ്ഥയിലും മറ്റൊരു രാജ്യത്തിന്റെ ആ ഒരു വളർച്ചയിൽ നിന്ന് നമുക്ക് പ്രയോജനം നേടാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇവിടെ ലക്ഷ്യമിടുന്നു. അപ്പം അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ മാത്രം സമ്പദ് വ്യവസ്ഥയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കുറയുകയാണ്. പിന്നെ സീറോ അലോക്കേഷൻ ചാർജ് ആണ് ഇവിടെ മറ്റൊരു പ്രത്യേകത. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ ബഹുഭൂരിപക്ഷവും ചാർജുകളായിട്ട് ഇവിടെ നഷ്ടപ്പെടുന്നില്ല. പിന്നെ പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് അതും ഇവിടെ സീറോ ആണ്. ഇത് വെറും ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് അവസരം മാത്രമല്ല, ഇവിടെ മന്ത്ലി പ്രീമിയത്തിന്റെ 120 മടങ്ങ് നിങ്ങൾക്ക് ലൈഫ് കവർ ഉണ്ടായിരിക്കും. കൂടാതെ NRIസിന് ബാധകമായുള്ള നിബന്ധനകളൊക്കെ പാലിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന തുക എത്ര തന്നെയായാലും അതിൽ നിന്ന് ലഭിക്കുന്ന ആ റിട്ടേൺസിന് യാതൊരുവിധ ടാക്സ് ഉണ്ടായിരിക്കുന്നല്ല. അപ്പൊ അതാണ് ഇവിടെ പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണം. ICICI പ്രൊഡൻഷ്യൽ ലൈഫിന് 2025 ഡിസംബർ 31 കണക്ക് പ്രകാരം ഏകദേശം 3.31 ലക്ഷം കോടി രൂപയാണ് അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ഉള്ളത്. ഇന്ത്യയിലെ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണിത്. കൂടാതെ 2026 മാർച്ച് 31 കണക്ക് പ്രകാരം ഇവരുടെ സോൾവൻസി റേഷ്യോ അത് 227%. ഇതൊന്നും റിട്ടേൺ ഉറപ്പുവൽക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ ആ ഒരു കമ്പനിയുടെ വലിപ്പവും സാമ്പത്തിക സ്ഥിരതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു NFOയുടെ അവസാന തീയതി ഇവരുന്ന് ജൂലൈ 26. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് ഇതിന്റെ ടേംസും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു നിക്ഷേപ തീരുമാനം എടുക്കുക.